എന്തുകൊണ്ടാണ് ഫോർമുല 1 റേസിംഗ് ഇന്ത്യയിൽ നിന്ന് നിർത്തിപ്പോകാൻ കാരണം? ദിസ് ഈസ് അനദർ ഡേ ഓഫ് ഷെയറിംഗ് സിമ്പിൾ സ്റ്റോറീസ് വിത്ത് വാല്യുബിൾ ലെസൺസ്. 2011 F1 റേസിംഗ് ഇന്ത്യയിൽ തുടക്കമിടുന്നത്. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിലാണ് F1ന്റെ ട്രാക്ക് നിർമ്മിച്ചത്. ബുദ്ധ ഇന്റർനാഷണൽ സർക്യൂട്ട് എന്ന ഈ ഒരു ട്രാക്ക് നിർമ്മിച്ചത് JP ഇന്റർനാഷണൽ സ്പോർട്സ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. 2000 കോടി മുടക്കി 5.125 കിലോമീറ്ററിൽ 875 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ട്രാക്ക് ഡിസൈൻ ചെയ്തത് ഹെർമൻ ടിൽക്കെ എന്ന ജർമ്മൻ ആർക്കിടെക്ട് ആണ്. 2011 മുതൽ 2013 വരെ ഇന്ത്യയിലുള്ള ജനങ്ങൾ F1 സ്പോർട്സ് ആസ്വദിച്ചു. എന്നാൽ 2013 അവസാനത്തോടെ UP സർക്കാർ F1 റേസിംഗിനെ സ്പോർട്സ് കാറ്റഗറിയിൽ നിന്ന് മാറ്റി എന്റർടൈൻമെന്റ് കാറ്റഗറിയിലേക്ക് ആക്കുകയും ഇതിന്റെ പേരിൽ വലിയ ടാക്സ് ചുമത്തുകയും ചെയ്തു. ഓരോ റേസിന് മുമ്പും F1 ടീമുകളുടെ കാർഗോകൾ എയർപോർട്ട് കസ്റ്റംസുകാർ തടസ്സപ്പെടുത്തുകയും അതിനെ തുടർന്ന് ഇതിന്റെ പേപ്പർ വർക്ക്സിനായി F1 ടീമിന് ഒരുപാട് നടക്കേണ്ടി വന്നു. മാത്രമല്ല F1 ഗ്ലോബൽ ഓഫീസിലേക്ക് സർക്കാർ നിരന്തരമായി ടാക്സ് നോട്ടീസ് അയക്കുകയും ചെയ്തു. ഇത് F1 എൻ്റെ ടീമിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടായി മാറി. അങ്ങനെ 2014 അവർ ഇന്ത്യയിൽ നടത്താനുള്ള എല്ലാ റേസിംഗ് സ്കെഡ്യൂളും ഒഴിവാക്കി. UP സർക്കാരിന്റെ ടാക്സ് സിസ്റ്റം, കസ്റ്റംസുകാരുടെ മോശം ഇടപെടൽ, ഈ കാരണം കൊണ്ടെല്ലാം ഗ്ലോബലി അക്സെപ്റ്റൻസ് സ്പോർട്സായ ഫോർമുല 1 റേസിംഗിനെ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകേണ്ടി വന്നു. ഇനി F1 റേസിംഗ് ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലുള്ള മറ്റ് വീഡിയോസ് കാണാൻ ശ്രമിക്കുക.